ഹലോ, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോ ആണ്. കുറച്ച് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. പോകെ പോകെ അത് ഓക്കെ ആവും. അപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് മാത്രമേ ഉള്ളൂ, ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസ് കാണുക. ഓക്കെ, നമ്മുടെ ഈ ലോകത്തിലെ തന്നെ ഫസ്റ്റത്തെ വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം എന്തെന്ന് വെച്ചാൽ പുതിയൊരു ജീവനാണ്. ഭൂമിയിലേക്കൊരു ജീവൻ വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അത്ഭുതകരമായൊരു പ്രതിഭാസമാണ്. അപ്പം ഒരു നവജാത ശിശു, അതിൻ്റെ ഒരു ഫസ്റ്റ് വീക്ക് നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു നവജാത ശിശുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് അതിവേഗം മാറുന്നതും പൊരുത്തപ്പെടുന്നതുമായ ഒരു കാലഘട്ടമാണ്. ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിന് പുറത്തുള്ള ജീവിതത്തിലേക്ക് മാറാൻ തുടങ്ങും. ഭക്ഷണം കഴിക്കാനും മാലിന്യം പുറന്തള്ളാനും ശരീരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും പഠിക്കുന്നതിനാൽ ഈ ഒരു ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ശാരീരികവും പെരുമാറ്റപരവുമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശാരീരിക മാറ്റങ്ങൾ അഥവാ ഫിസിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്നാണ് ഭാരം. ആദ്യ ദിവസങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജനന സമയത്തുള്ള ഭാരത്തിൻ്റെ 10% അഥവാ 10% വരെ കുറയ്ക്കാറുണ്ട്. ഇത് സാധാരണമാണ്. സോ അതിൽ നമ്മൾ പാരൻസ് ഭീതി പുലർത്തേണ്ട യാതൊരുവിധ കാര്യമില്ല. കാരണം ദ്രാവകം നഷ്ടപ്പെടുന്നതിനാലും ഭക്ഷണം ശീലമാക്കുന്നതിനാലും ഒക്കെയാണിത് സംഭവിക്കുന്നത്. അവരുടെ തൊലിയുടെ നിറം മാറിയേക്കാം, മഞ്ഞപ്പിത്തം സംഭവിച്ചേക്കാം, ത്വക്ക് മഞ്ഞളിക്കാം, ഒക്കെ സാധാരണമായ കാര്യങ്ങളിലൊന്നാണ്. ഇതിലൊന്നും ഒരു അസാധാരണത്വമില്ല. അതേപോലെ പൊക്കിൾക്കൊടി ഞെട്ട്, അത് ഉണങ്ങുകയും 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ചില കുഞ്ഞുങ്ങളിൽ അത് 1-2 ആഴ്ച കൂടുതൽ എടുക്കാറുണ്ട്. സോ നമ്മളത് സെപ്റ്റിക് ആവാണ്ടൊന്ന് കൺസേൺ ചെയ്യുക. ചില കുഞ്ഞുങ്ങളല്ല, മോസ്റ്റ് പ്രോബബ്ലി എല്ലാ കുഞ്ഞുങ്ങളും നമ്മൾ ഞെട്ടുന്ന ഒരു പ്രകൃതം കാണാറുണ്ട്. അപ്പോൾ പാരൻസ് ചിലരൊക്കെ നല്ല പാനിക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ സജഷൻസ് കേട്ട് ഇരുമ്പ് വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ഓരോ സജഷൻസ് നമ്മൾ കേൾക്കാറുണ്ട്, ഫേസ് ചെയ്യാറുണ്ട് ഈ മാതാപിതാക്കൾ. ആക്ച്വലി അതൊരു പ്രതികരണമാണ്. ദാറ്റ് മീൻസ് എ മോറോ റിഫ്ലെക്സ്. അപ്പോൾ അതൊരു കുഞ്ഞുങ്ങളുണ്ടാക്കുന്നൊരു റിഫ്ലെക്സ് പ്രതികരണമാണ്. ഓക്കെ, അല്ലാതെ ഒരു നെഗറ്റീവ് എനർജി അല്ലാതെ. പിന്നെ ഒന്നാണ് ഭക്ഷണവും മലവിസർജനവും, ഫീഡിങ് ആൻഡ് എലിമിനേഷൻ. ആദ്യത്തെ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഭക്ഷണം. മുലയൂട്ടുകയാണെങ്കിലും ഫോർമുല നൽകുകയാണെങ്കിലും ഈ നവജാത ശിശുക്കൾക്ക് സാധാരണയായി ഒരു 2-3 മണിക്കൂറിൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം. അവർ ദിവസവും പലതവണ മലവിസർജനം നടത്താറുണ്ട്. ആദ്യത്തെ മലത്തെ നമ്മൾ വിക്കോൾഡ് മെക്കോണിയം മുതൽ സാധാരണ നിറത്തിലേക്ക് മാറും. ഈ മലവിസർജനത്തിൻ്റെ അളവും സ്ഥിരതയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ദഹന വ്യവസ്ഥയെയും കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പാരൻസിന് നൽകുന്നത്. പിന്നെ മെയിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറക്കവും പെരുമാറ്റവും, ഇവ രണ്ടും ആദ്യ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ നവജാത ശിശുക്കൾ ഒരുപാട് സമയം ഉറങ്ങും. സാധാരണയായി ഒരു 16-18 മണിക്കൂർ വരെയൊക്കെ ഇവർ ഉറങ്ങാറുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാനായി ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണരും. ഉണരാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്തി അത് ഭക്ഷണം കൊടുക്കണം. അവർ ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും മലവിസർജനം നടത്തുകയും ചെയ്യുന്നതൊക്കെ ഒരു ചക്രത്തിലായിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് സൈക്കിൾ. കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ നമ്മളടുത്ത് കരഞ്ഞു കാണിക്കണം. ഈ കരയും അതുൾപ്പെടെ വിവിധ പെരുമാറ്റങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കാറുണ്ട്. കൂടാതെ ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് മാതാപിതാക്കൾ ഈ കുഞ്ഞിൻ്റെ സൂചനകൾ തിരിച്ചറിയാൻ പഠിക്കുന്നു എന്നതാണ്. ഇസ് ഇറ്റ് ട്രൂ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ശരിക്കും അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ലൈഫിൽ നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് ആ ഒരു മൊമെൻറ്റിൽ തോന്നും. പണമോ വാരിക്കുട്ടിയ സർട്ടിഫിക്കറ്റ്സുകളോ അല്ലെങ്കിൽ കുറേ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ലാന്ന് തോന്നും. നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു ചെറിയ മൂമെൻറ്റ് പോലും എന്തുകൊണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും, അല്ലേ? അപ്പം ആ ഒരു ഭയങ്കരമായൊരു അനുഭൂതി എല്ലാ പാരൻസും ഇപ്പോൾ അനുഭവിച്ച് വരുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളൊരു ജനിക്കുന്ന കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബിക്ക് സ്കൂൾ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നല്ല നമ്മൾ ആദ്യം കെട്ടിപ്പൊക്കേണ്ടത്. ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് മൂവ് അല്ലെങ്കിൽ അതെന്തിന് കരഞ്ഞു, അതെന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു എന്നൊരു മാതാപിതാവിന് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഫസ്റ്റ് വീക്ക് അത് ഭയങ്കര പേർഷ്യസ് ആയിട്ട് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യും. ബിക്കോസ് പിന്നെ അങ്ങോട്ടുള്ള ഇനി എത്രയുള്ള ആഴ്ചകളായിക്കോട്ടെ, മാസങ്ങളായിക്കോട്ടെ, വർഷങ്ങളായിക്കോട്ടെ, ഓട്ടോമാറ്റിക്കലി ആ പാരൻറ്റിന് ടച്ച് ചെയ്തറിയാൻ പറ്റും. സ്വയം തോന്നി സെൽഫായിട്ട് അനലൈസസ് വരും, പ്രോസസ്സിങ് ആവും, അല്ലേ? അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയുന്നു. അപ്പം നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. താങ്ക് യു.